നിങ്ങളൊരു ടാറ്റ കർവ് ഇ വി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് വേരിയന്റ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് 4 വേരിയൻസ് ടോട്ടലി വരുന്നുണ്ട്. ഈ 4 വേരിയന്റിൽ ഏതെടുത്താലാണ് നമുക്ക് കോസ്റ്റ് എഫിഷ്യന്റ്, അതായത് നമുക്ക് കുറച്ച് ലാഭവും കിട്ടണം എന്നാൽ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും വേണം, ഏത് വേരിയന്റ് എടുക്കണം? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേരിയന്റ് വരുന്ന ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. അതാണ് ഏറ്റവും ബേസ് വേരിയന്റ്. ഈ ഒരു ബേസ് വേരിയന്റിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. സ്മാർട്ട് ഡിജിറ്റൽ DRL കിട്ടുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ മാത്രം, അതായത് കണക്റ്റഡ് ടൈപ്പ് അല്ല, സൈഡിൽ മാത്രം വരുന്ന DRL അവൈലബിൾ ആണ്. LED ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്രൊജക്ടർ അല്ല, നോർമൽ LED ഹെഡ്ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. 17-inch ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 6 എയർ ബാഗ് വരുന്നുണ്ട്, മാൻഡേറ്ററി ആണ്. ESP വിത്ത് IVBAC, അതായത് ഇന്റലിജന്റ് വാക്യൂംലെസ് ബൂസ്റ്റ് ആൻഡ് ആക്റ്റീവ് കൺട്രോൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് ബ്രേക്കിങ്ങിന്റെ സമയത്ത് സ്കിഡിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, കാരണം ഇതിന് നമുക്ക് അഡീഷണൽ ബൂസ്റ്ററോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് ബ്രേക്കിംഗ് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അതായത് ബേസ് വേരിയന്റ് തൊട്ട് എല്ലാ വീലിലും ഡിസ്ക് തന്നെയാണ് വരുന്നത്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ക്യാമറ ആൻഡ് സെൻസർ ബേസ്ഡ് റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂപ്പേ ഡിസൈൻ ആണ്. നമുക്ക് ബാക്കിലത്തെ ഗ്ലാസ്സിൽ കൂടെ വ്യക്തത കുറച്ച് കുറവാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ക്യാമറയും കൂടെ വരുന്ന സ്ഥിതിക്ക് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. 17.78 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള. ഹർമൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. 17.78 ഇഞ്ചിന്റെ TFT ക്ലസ്റ്റർ മീറ്റർ ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോയും കാർ പ്ലേയും ഇതിനകത്ത് അവൈലബിൾ ആണ്. 4 സ്പീക്കേഴ്സ് പ്ലസ് 2 ട്യൂട്ടർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ, അതായത് AC ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഇവിടെ കിട്ടുന്നത്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പുഷ് എൻട്രിയും പുഷ് സ്റ്റാർട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. റീജനറേഷന് വേണ്ടി പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. മൾട്ടി ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അതായത് ഇക്കോ, സിറ്റി, സ്പോർട്സ്, ഈ 3 ഡ്രൈവ് മോഡ്സും നമുക്ക് കിട്ടുന്നുണ്ട്. 4 പവർ വിൻഡോസും കിട്ടുന്നുണ്ട് ബേസ് വേരിയന്റിൽ തന്നെ. റിയർ AC വെന്റ് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലി ORVM ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോൾഡബിൾ അല്ല, അഡ്ജസ്റ്റബിൾ ആണ്. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് കിട്ടുന്നുണ്ട്. 6 വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കൽ അല്ല, എന്നാൽ 6 വേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 7.2 കിലോവാട്ട് AC ഫാസ്റ്റ് ചാർജർ വാൾ മൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. വെഹിക്കിൾ ടു വെഹിക്കിളും വെഹിക്കിൾ ടു ലോഡ് ഫീച്ചർ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ വാഹനത്തിൽ ചാർജ് കുറവാണ്, വേറെ വാഹനത്തിൽ ചാർജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ചാർജ് ഉണ്ട് വേറെ വാഹനത്തിൽ ചാർജ് കുറവാണെങ്കിൽ അങ്ങോട്ടോ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി വേറെ എന്തെങ്കിലും ലോഡും കൂടെ നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ കറണ്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും കിട്ടുന്നുണ്ട്. എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. ITPMS ആണ് വരുന്നത്. അതായത് ഇൻഡയറക്റ്റ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ആണ് വരുന്നത്. എന്താണ് ഇൻഡയറക്റ്റ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം? നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? ഞാനും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്ന മോഡൽസിന് നമ്മൾ ബാറ്ററി പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ, അതായത് സെൻസറിൽ വരുന്ന ബാറ്ററിയുടെ പ്രശ്നം വരികയാണെങ്കിൽ നമ്മളിത് മാറാനും ഒക്കെ പോകേണ്ടി വരും. എന്നാൽ ഇവിടെ ഒരു സെൻസറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാത്തിൻ്റെയും ഡാറ്റാസ് എടുത്തുകൊണ്ട്, അതായത് വാഹനത്തിൻ്റെ പല സെൻസേഴ്സിൻ്റെ ഔട്ട്പുട്ട് എടുത്തുകൊണ്ട്, അതായത് ബ്രേക്കിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും വീൽ സ്പീഡിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ എല്ലാ സെൻസേഴ്സിൻ്റെ ഒരു കണക്കെടുത്താണ് ഏകദേശം ടയർ പ്രഷർ ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ കൃത്യം ഒരു ടയർ പ്രഷർ പറയാൻ സാധിക്കത്തില്ല, എന്നാൽ ടയർ പ്രഷർ കുറയുന്ന അനുസരിച്ച് ലോഡ് ഒരു സ്ഥലത്തോട്ട് വരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കണക്കൂട്ടലാണ് നമുക്കിവിടെ ടയർ പ്രഷർ അറിയാൻ സാധിക്കുന്നത്. സ്മാർട്ട് വാച്ച് ഒക്കെ നമുക്ക് കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. മൾട്ടിപ്പിൾ വോയിസ് അസിസ്റ്റൻസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു വേരിയന്റ്, അതായത് ക്രിയേറ്റീവ് എന്ന് പറയുന്ന 45 കിലോ വാട്ട്സ് ബാറ്ററിയാണ് നമുക്ക് ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഒരു പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 45 കിലോ വാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏറ്റവും ബേസ് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൽ 2 ബാറ്ററി സെഗ്മെന്റ് ആണ് വരുന്നത്. 45ഉം 55ഉം ആണ് കിട്ടുന്നത്. അപ്പോൾ 45 വാട്ട്സിന്റെ ആണ് ഈ പറയുന്ന ക്രിയേറ്റീവ് എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ക്രിയേറ്റീവിന്റെ പ്രൈസ് നോക്കിയാലോ, 19,29,070 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് വേരിയന്റിലോട്ട് പോവാം. അതായത് അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന 2 വേരിയൻസ് വരുന്നുണ്ട്. അക്കംപ്ലിഷ്ഡ് 45 കിലോ വാട്ട്സിന്റെ വരുന്നുണ്ട്, 55 കിലോ വാട്ട്സിന്റെ വരുന്നുണ്ട്. രണ്ടിനും വരുന്ന ഫീച്ചേഴ്സ് കോമൺ ആണ്. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. സെന്റർ പൊസിഷൻ ലാമ്പ് വിത്ത് കണക്റ്റഡ് റിയർ ടെയിൽ ലാംപ്സും കിട്ടുന്നുണ്ട്. അതായത് 2 സൈഡിലും, ഫ്രണ്ടിൽ നമുക്ക് നേരത്തെ DRL മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്,
കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു വെൽക്കം ലൈറ്റ് ഉൾപ്പെടെ, വെൽക്കം ലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ പോലും കണക്റ്റഡ് ലൈറ്റ്സ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നുണ്ട്. സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ കിട്ടുന്നുണ്ട്, അതായത് നമ്മുടെ ഭാഷയിലൊക്കെ പറയുമ്പോൾ ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നുള്ള സീക്വൻഷ്യൽ ടൈപ്പ് ഇൻഡിക്കേറ്റർ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ഫോഗ് ലാമ്പ് വിത്ത് കോർണറിംഗ് ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. കോർണറിംഗ് ഫംഗ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നമുക്ക് ഏത് സൈഡിലോട്ടാണോ തിരിക്കുന്നത് ആ സൈഡിലെ ഫോഗ് ലാമ്പ് ഓൺ ആകുന്നതായിരിക്കും. 17 ഇഞ്ച് അലോയ് വീൽ വിത്ത് എയറോ ഇൻസേർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് അലോയ് വീൽ ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു വീൽ കപ്പ് അല്ലെങ്കിൽ ഒരു കവർ പോലത്തെ ഒരു ഫിറ്റ്മെന്റ്, എയർ പാസേജ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു കവറും കൂടെ വരുന്നുണ്ട്. കാണാൻ നല്ലൊരു ലുക്കും കൂടെ വരുന്ന ടൈപ്പാണ്. അപ്പോൾ 17 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇലക്ട്രിക്കൽ ORVMS വിത്ത് ഫോൾഡിംഗ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതായത് റൈറ്റ്സും ലെഫ്റ്റും സൈഡിലെ മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിംഗ് ഫസ്റ്റ് മോഡലിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് വേരിയന്റ് വന്ന സമയത്ത് ഇത് ഓട്ടോ ഫോൾഡിങ്ങും കൂടെ വരുന്നുണ്ട്. 26.03 സെന്റിമീറ്റർ ഉള്ള സിനിമാറ്റിക് ടച്ച് സ്ക്രീൻ വിത്ത് ഇൻഫർടൈൻമെന്റ് ബൈ ഹർമൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റം. 26.03 സെന്റിമീറ്ററിന്റെ തന്നെ ക്ലസ്റ്റർ മീറ്റർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നാവിഗേഷൻ ഇൻ കോക്പിറ്റ് ആണ്, അതായത് നമ്മുടെ ഡ്രൈവർ സൈഡിൽ വരുന്ന മീറ്റർ അഥവാ ക്ലസ്റ്റർ മീറ്ററിൽ നമുക്ക് നാവിഗേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്ക് വയർലെസ് ആയിട്ട് അഥവാ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 4 സ്പീക്കേഴ്സ് വിത്ത് 4 ട്യൂട്ടറും നമുക്കിവിടെ അവൈലബിൾ ആണ്. HD ക്യാമറ ബേസ്ഡ് റിവേഴ്സ് പാർക്കിംഗ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് വേരിയന്റിൽ വന്ന ഒരു ക്യാമറ നോർമൽ ക്യാമറയാണ്, എന്നാൽ ഇവിടെ വരുന്ന സമയത്ത് HD ക്യാമറയാണ് കിട്ടുന്നത്. അതായത് ഹൈ ഡെഫിനിഷൻ ക്യാമറയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ട് ആൻഡ് റിയർ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. അതായത് 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് അകത്ത് വാഹനത്തിനകത്ത് 2 പോർഷനിലും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് കിട്ടുന്നുണ്ട്. ലെതേർഡ് അപ്പോൾസറി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് സീറ്റൊക്കെ ലെതർ ഉള്ളതാണ്. സ്റ്റിയറിംഗ് വീല് ലെതർ സ്റ്റിച്ച്ഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ട് ആം റെസ്റ്റ് കിട്ടുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കിട്ടുന്നുണ്ട്. ഇവിടെ ഡയറക്റ്റ് ആണ് വരുന്നത്. അലക്സ വോയിസ് അസിസ്റ്റും കിട്ടുന്നുണ്ട്. ഇത്രയും ഫീച്ചർ വരുന്ന സമയത്ത് ഏതായാലും പ്രൈസ് കൂടുമെന്ന് നമുക്കറിയാം. എന്ത് പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അതായത് നമുക്കിവിടെ 2 സെഗ്മെന്റ് വരുന്നുണ്ട്. 45 കിലോ വാട്ടിന്റെ വരുന്നുണ്ട്, 55 വരുന്നുണ്ട്. 45യുടെ പ്രൈസ് നമുക്കൊന്ന് നോക്കാം. 20,37,710 രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ സെക്കൻഡ് വേരിയന്റിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് 45 കിലോ വാട്ട് ബാറ്ററി വരുന്ന മോഡലിന് കിട്ടുന്നത്. ഇനി ലോങ് റേഞ്ച് അഥവാ 55 കിലോ വാട്ട് വരുന്ന മോഡൽസിന്റെ പ്രൈസ് 21,20,475 രൂപയാണ് 55 വാട്ട്സ് അഥവാ ലോങ് റേഞ്ച് വരുന്ന മോഡലിന് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് 45 വാട്ട്സിന്റെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റീവും അക്കംപ്ലിഷ് എന്ന് പറയുന്ന മോഡലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,80,000 രൂപയുടെ വ്യത്യാസമാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. പക്ഷേ 1,80,000 രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് ചെറുതൊന്നുമല്ല. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും ക്ലസ്റ്റർ മീറ്ററിലാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ഡിഫറൻസ് ആണ് വരുന്നത്. വിത്ത് ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഫോഗ് ലാമ്പിന്റെ ഒക്കെ ഡിഫറൻസ് വരുമ്പോഴത്തേക്കും അടിപൊളിയാണെന്ന് ഞാൻ പറയും. ഇനി അടുത്ത 3ാമത്തെ വേരിയന്റിലോട്ട് പോകാം. അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇതിലും 2 ബാറ്ററി പാക്ക് അവൈലബിൾ ആണ്. 45 കിലോ വാട്ടും അവൈലബിൾ ആണ്, 55 കിലോ വാട്ടും അവൈലബിൾ ആണ്. ഇതിന്റെ ഫീച്ചേഴ്സും കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതായത് 360 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ്. പാനോറമിക് സൺ റൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. arcade.ev എന്ന് പറയുന്ന ആപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് അതിൽ കൂടെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. JBLന്റെ സൗണ്ട് മോഡ്സ് ആണ് നമുക്ക് ഇവിടുത്തെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ കിട്ടുന്നത്. വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജിംഗ് അവൈലബിൾ ആണ്. എക്സ്പ്രസ് കൂളിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. അതായത് നല്ല ഹീറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് ഫാസ്റ്റ് ആയിട്ട് തന്നെ കൂളിംഗ് സാധ്യമാകുന്നതാണ്. റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് ആണ്. അതായത് മഴ പെയ്യുന്ന സമയത്ത് ഓട്ടോ വൈപ്പറിന്റെ ഫംഗ്ഷൻ. ഓട്ടോ ഹെഡ് ലാംപ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ഡീഫോഗേഴ്സും അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു പ്ലസ് എസ് എന്ന് പറയുന്ന മോഡലിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി രണ്ടിന്റെയും പ്രൈസ് നോക്കാം. 45 കിലോ വാട്ടിന്റെ പ്രൈസ് 21,24,420 രൂപയാണ് 45 കിലോ വാട്ടിന്റെ വരുന്നത്. ഇനി 55 കിലോ വാട്ടിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22,665 രൂപയാണ് ലോങ് റേഞ്ച് അഥവാ 55 കിലോ വാട്ടിന്റെ പ്രൈസ് വരുന്നത്. എംപവേർഡ് പ്ലസ് 55, അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റിൽ 45 കിലോ വാട്ട് എന്ന് പറയുന്ന ഒരു ബാറ്ററി അവൈലബിൾ അല്ല. അവിടെ ഒറ്റ ബാറ്ററി പാക്ക് മാത്രമേ ഏറ്റവും ടോപ്പ് വേരിയന്റിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് 55 കിലോ വാട്ട് ആണ്. എന്നാൽ ഇവിടെ വരുന്ന ഫീച്ചേഴ്സ്, ഇവിടെയും ടോപ്പ് വേരിയന്റിൽ 2 വേരിയൻസ് വരുന്നുണ്ട്. അതായത് എംപവേർഡ് പ്ലസും വരുന്നുണ്ട്, എംപവേർഡ് പ്ലസ് എയും വരുന്നുണ്ട്. അപ്പോൾ എംപവേർഡ് പ്ലസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്? സ്മാർട്ട് ഡിജിറ്റൽ ലൈറ്റ്,
അതെന്താന്നുള്ള ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞുതരാം. വെൽക്കം ആൻഡ് ഗുഡ് ബൈ സീക്വൻസ് ലൈറ്റ്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഓടുന്ന ലൈറ്റ്, അതായത് നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഗുഡ് ബൈ പറയുന്ന, നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് വെൽക്കം തരുന്ന ലൈറ്റും പിന്നെ അതിൽ തന്നെ ചാർജ് ഇൻഡിക്കേഷനും കാര്യങ്ങളും കാണിക്കുന്ന ഒരു ലൈറ്റ് ആണ് ഈ പറഞ്ഞ ഡിജിറ്റൽ ലൈറ്റ്. R18, അതായത് 18 ഇഞ്ചിന്റെ അലോയ് വീലാണ് നമുക്ക് ഇവിടെ അവൈലബിൾ വിത്ത് എയറോ ഇൻസേർട്ട്. മൾട്ടി മോഡ് ആംബിയന്റ് ലൈറ്റ് വരുന്നുണ്ട്, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയന്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആണ് ഇവിടെ വരുന്നത്. വോയിസ് അസിസ്റ്റ് പനോരമിക് സൺറൂഫ് വിത്ത് മൂഡ് ലൈറ്റിംഗ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. 6-way പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. 6-way പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ്, അതായത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ പവർ സീറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 6-way അഡ്ജസ്റ്റബിൾ കോ ഡ്രൈവർ സീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അത് പവേർഡ് അല്ല, മാനുവലി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കോ ഡ്രൈവർ സീറ്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 60-40 റിയർ സ്പ്ലിറ്റ് സീറ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആൻഡ് ആം റെസ്റ്റും കൂടെ കിട്ടുന്നുണ്ട്. 31.24 സെന്റിമീറ്ററിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, അതും സിനിമാറ്റിക് ടച്ച് സ്ക്രീന് ബൈ ഹാർമൻ ആണ് കിട്ടുന്നത്. JBL സിനിമാറ്റിക് സൗണ്ട് സിസ്റ്റം വിത്ത് 4 സ്പീക്കേഴ്സ്, 4 ട്യൂട്ടേഴ്സ്, 1 സബ്വൂഫർ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അക്കോസ്റ്റിക് വെഹിക്കിൾ അലേർട്ട് സിസ്റ്റം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ലൈറ്റ് ചെറിയ സ്പീഡിലൊക്കെ ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സമയത്ത് വാഹനത്തിൽ ഒരു സ്പീക്കർ ഉണ്ട്, ആ സ്പീക്കറിൽ നിന്ന് തന്നെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്തുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഒരു വാഹനം കടന്നു പോകുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പീക്കറും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. അത് ഈ ഒരു വേരിയന്റിൽ മാത്രം വരുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു താഴത്തെ വേരിയന്റ് തൊട്ട് ഏറ്റവും ബേസ് വേരിയന്റ് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ആ വാഹനം തന്നെയാണ് ഈ ടോപ്പ് വേരിയന്റ് ബേസ് വേരിയന്റ് ഒക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം ഓടുന്ന സമയത്ത് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കണം ഇതുപോലൊരു സൗണ്ട് വരുന്നത്. അത് നല്ലൊരു കാര്യമാണ് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഒരു വേരിയന്റിൽ മാത്രമേ അത് കിട്ടുന്നുള്ളൂ. എയർ പ്യൂരിഫയർ വിത്ത് AQI അഥവാ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോ ഡിമ്മിങ് IRVM നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ബോത്ത് സീറ്റ് വെന്റിലേഷൻസ് അവൈലബിൾ ആണ്. സീറ്റ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 സ്റ്റേജ് റിയർ സീറ്റ് റിക്ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റോറേജ് ആയിട്ട് ഫ്രണ്ടിൽ ഒരു ഫ്രങ്കും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് M-Powered Plus 55 എന്ന് പറയുന്ന ഒരു വേരിയന്റിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ ഓൺ റോഡ് പ്രൈസും കൂടെ നോക്കിയാലോ. 23,37,525 രൂപയാണ് ഈ ഒരു മോഡലിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി M-Powered Plus A എന്ന് പറയുന്ന വേരിയന്റ്, അതായത് 55 കിലോ വാട്ടിന്റെ തന്നെയാണ് വരുന്നത്. ഇതിനകത്താണ് നമ്മുടെ ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള അഡാസ്, അതായത് ലെവൽ 2 അഡാസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ ഫംഗ്ഷൻ, ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ് കിട്ടുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, അത് റഡാർ ബേസ്ഡ് ആണ് കിട്ടുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മിറർ കിട്ടുന്നുണ്ട്, ക്യാമറ ബേസ്ഡ് ആണ്. 360 ഡിഗ്രി സറൗണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്, അത് ക്യാമറ ബേസ്ഡ് തന്നെയാണ്. ലെയിൻ ചേഞ്ച് അലേർട്ട്, അഡാപ്റ്റീവ് സ്റ്റിയറിംഗ് അസിസ്റ്റ് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് അറിയാതൊക്കെയാണല്ലോ ഒന്ന് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ലെയിൻ വെച്ച് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് നമുക്ക് അവൈലബിൾ ആയി. ഈ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഇതെല്ലാം പല വേരിയൻസ് കിട്ടുന്നുണ്ട്. അതൊരു വെഹിക്കിൾ ആണെങ്കിൽ കിട്ടും, പെഡസ്ട്രിയൽസ് ആണെങ്കിൽ കിട്ടും, സൈക്ലിസ്റ്റ് ആണെങ്കിൽ കിട്ടും, ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ കിട്ടും. വേറെ എന്തെങ്കിലും ഒബ്ജക്ട്സ് വന്നാലും ഇത് ചെയ്യും. എന്നാലും ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത്. ഹൈ ബീം അസിസ്റ്റ് ഉണ്ട്, ട്രാഫിക് സിഗ്നൽ റെക്കഗ്നൈസേഷൻ. എത്രത്തോളം ബെനിഫിറ്റ് ആവും എന്നറിയത്തില്ല, എന്നാലും വർക്ക് ആകുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ട്രാഫിക് കൺട്രോൾ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എത്രത്തോളം വർക്ക് ആകും എന്നറിയത്തില്ല. പല കാര്യങ്ങളും ഇവിടെ വർക്ക് ആകാൻ, ഈ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ വർക്ക് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ലെയിൻ കീപ്പ് അസിസ്റ്റ് പോലും ഞാൻ ചെക്ക് ചെയ്തിട്ട് സാധ്യമായിട്ടില്ലായിരുന്നു. കേരളത്തിലെ പല ചെറിയ വഴികൾ, ഞാൻ വലിയ വഴി പറയുന്നില്ല, എന്നാലും ചെറിയ വഴികളിൽ കൂടെ നോക്കിയിട്ട് നടക്കാതെ പോയ ചില കാര്യങ്ങളിലൊന്നാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഓവർ സ്പീഡ് അലേർട്ട് ഉണ്ട്, റെഡ് ക്രോസ് ട്രാഫിക് വരുന്നുണ്ട്, റിയർ കൊളീഷൻ വാർണിംഗ് വരുന്നുണ്ട്, ഡോർ ഓപ്പൺ അലേർട്ട് ഓൺ ORVMs കിട്ടുന്നുണ്ട്, ഡ്രൈവർ ഡോസ് ഓഫ് അലേർട്ട് കിട്ടുന്നുണ്ട്. അതായത് ഡ്രൈവർ ചെറുതായിട്ട് ഉറങ്ങിപ്പോവും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വെട്ടോ വല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിന്റെ അലേർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. SOS കോളിംഗ് ഫംഗ്ഷൻ അവൈലബിൾ ആണ്, നല്ലൊരു കാര്യമാണ്. എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഉടനെ കോൾ വരുന്നതായിരിക്കും, നല്ലൊരു ഫീച്ചറാണ്. പവേർഡ് ടെയിൽ ഗേറ്റ് വിത്ത് ഗെസ്റ്റർ കൺട്രോൾ, അതായത് നമുക്ക് ഏറ്റവും ബാക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് കയ്യിലൊക്കെ സാധനം ആണെങ്കിൽ പോലും കാല് താഴത്തെ പോർഷൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബൂട്ട് തുറക്കുന്നതായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ M-Powered Plus A എന്ന് പറയുന്ന ഒരു ഫീച്ചറിൽ വരുന്ന. ഇതിനകത്ത് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് 24,17,935 രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഓൾറൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാസ് ഫീച്ചർ വേണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ഒരു വേരിയന്റ് എടുക്കാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. അല്ലാത്തവർക്ക് അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലോങ് റേഞ്ച് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ലോങ് റേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു കിലോമീറ്റർ കൂടുതൽ കിട്ടും. 585 കമ്പനി പറഞ്ഞാൽ പോലും
പോലും ഒരു 400 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 400 എന്നുള്ളത് പോലും നമുക്കൊരു ഏറെക്കുറെ സിമിലർ ആയിട്ട് കിട്ടും. 400-450 വരെയൊക്കെ കിട്ടും നമുക്ക് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാം. ഡ്രൈവിംഗ് രീതിയും അതുപോലെ നോക്കി വേണം ഡ്രൈവ് ചെയ്യാൻ. കാരണം റീജനറേറ്റീവ് മോഡ് ഇട്ട് നമ്മൾ ചെയ്യുകയാണല്ലോ, അത് മാക്സിമം ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ നിങ്ങളതൊന്ന് ഓടിച്ച് നോക്കണം. ഞാൻ പറയുന്നത് ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഏതൊരു വാഹനം എടുക്കാൻ പോവുകയാണെങ്കിൽ പോലും ആ വാഹനം കുറച്ച് ദൂരം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം. അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അഡാപ്റ്റ് ആവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എപ്പോൾ നിങ്ങളൊരു വാഹനം എടുക്കണമെന്ന് തീരുമാനിച്ചാൽ പോലും വാഹനം നന്നായിട്ടൊന്ന് ഡ്രൈവ് ചെയ്തും കൂടെ നോക്കുക. ഏതായാലും ഇപ്പോൾ ഈ പറഞ്ഞ വേരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേരിയന്റ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് എടുക്കാനും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് നമ്മുടെ പനോരമിക് സൺറൂഫ് ഉൾപ്പെടെ കിട്ടുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വേരിയന്റ് എടുത്ത് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയുന്ന പോലെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഫോഗ് ലാമ്പ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വേരിയന്റ് സജസ്റ്റ് ചെയ്തത്. പ്രൈസ് റേഞ്ചിങ് വെച്ച് വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. 1-1.5 ലക്ഷം രൂപയുടെ ഒക്കെ വ്യത്യാസങ്ങളെ നമുക്ക് വരുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് അത് മുടക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള അഡാസുള്ള ഫീച്ചർ വരുന്ന ടൈപ്പ് തന്നെ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഒരു സാധാരണ വ്യക്തിക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു രീതി എന്ന് പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ അഡാസുള്ള മോഡൽ എടുക്കാൻ ഒരു കാര്യം വെച്ചാലും ഞാൻ നോക്കത്തില്ല, ഈ ഒരു സെനേറിയോയിൽ നോക്കത്തില്ല. കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു റേഞ്ച് എടുത്തേ പറ്റത്തുള്ളൂ ആയിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് മാറ്റി ചിന്തിക്കാം. പക്ഷേ ഇപ്പോൾ എടുക്കാനാണെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.